ഓടാൻ മറന്നുപോയ വണ്ടി കേട്ടോ അഭി. നിങ്ങളല്ല അങ്ങനെ ഓടാൻ മറന്നേ കുറെ വണ്ടികളുണ്ടല്ലോ, സീറ്റ് കവർ പോലും പറിച്ചിട്ടില്ലല്ലോ. ഇല്ല, മറന്നുപോയ ഒരു പറിക്കാൻ. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള പോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ എടക്കാട് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള അനസ്കാട് ഓട്ടോബോട്ടിലുള്ള കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളും കുറച്ച് വാറണ്ടി കിട്ടുന്ന വണ്ടികളും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള അത്യാവശ്യം വില കുറവും അത്യാവശ്യം മാർക്കറ്റ് വിലയിൽ തന്നെ നമുക്ക് വാറണ്ടി കിട്ടുന്ന വണ്ടികളും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത്. വീഡിയോ അതിനാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 100K സബ്സ്ക്രൈബേഴ്സ് ആകുന്നേരം ഒരു കാറ് ഗിവ് അവേ കൊടുക്കുന്നുണ്ടാവും. അതിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഒരു വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങും. സോ മൂവിങ് വീഡിയോ. മനസ്സിൽ അടുത്തത് KL60 രജിസ്ട്രേഷൻ വരുന്ന 2016 മോഡൽ ഓൾട്ടോ 800 VX 2,15,000 രൂപ ഫുൾ ഓൺ. VX പോയാലോ നമുക്ക് വെയിലല്ലോ, വേഗം പോകാലോ. വേഗം പോകുന്നു. നമസ്കാരം. ഇതിൽ VX വരുന്നതിനെ കൊണ്ട് ഫീച്ചർ സൈഡിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് നമുക്ക് സ്റ്റീരിയോ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അതേപോലെ തന്നെ സെൻട്രൽ ലോക്കും എക്സ്ട്രാ വരുന്നുണ്ടാവും. 2019 മുതൽ എയർ ബാഗ് ആയിരിക്കും വരുന്നുണ്ടാവും വ്യത്യാസമായിട്ട്. അടുത്തത് 2013 മോഡൽ മൈക്രയാണ്. 1,70,000 രൂപയ്ക്ക് 13 മോഡൽ മൈക്ര പെട്രോൾ. വേരിയന്റ് ഏതാ വരുന്നത്? XV എന്നുള്ളത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. പക്ഷേ എല്ലാ വീൽസ് കാണുന്നില്ല. നമസ്കാരം. XV XL ആണോ നോക്കിയാ പോയി? XL ആയിരിക്കും, കാരണം ബാക്ക് വൈപ്പറും കാണുന്നില്ല, ഡീഫോഗറും കാണുന്നില്ല. XL ആണ് വേരിയന്റ്. ബാക്കിൽ ബാഡ്ജിങ് കാണുന്നത് കേട്ടോ. 1.2 ലിറ്റർ എഞ്ചിനാണ്. 13 റേഞ്ചിൽ ശരാശരി മൈലേജ് കാണുന്നുണ്ട്. ഇന്റീരിയർ അത്യാവശ്യം നീറ്റാണ്. ഫീച്ചർ സൈഡിൽ AC പോർഷനും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവും. അല്ല, 4 ഡോർ ആണോ? 4 ഡോർ കാണുന്നുണ്ട്, പക്ഷേ 2 ഡോർ ബാക്കിലേക്കുള്ളൂ. പൈനിയറിന് ആഫ്റ്റർ മാർക്കറ്റ് ഒരു സ്റ്റീരിയോയും ചെയ്തിട്ടുണ്ട്. നിലവിൽ വണ്ടി എന്താ കണ്ടീഷൻ ആണ്? പെട്രോൾ ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. മോഡൽ ലോ ബഡ്ജറ്റ് വണ്ടി 1,70,000 രൂപ. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. ഓക്കെ, അടുത്ത ഓൾട്ടോ 2010 മോഡൽ ഓൾട്ടോ LX വെറും 85,000 രൂപ. ഒരു ആവറേജ് വണ്ടി. ചെറിയൊരു വൃത്തി കുറവ് കാണുന്നുണ്ട്. 80 റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കേട്ടാ. 85 രൂപ. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ട് ഉണ്ടാവും? കിലോമീറ്റർ 80-90 കോടി ഉണ്ടാവും. അബി 2010 ആ ഒരു മീറ്ററിൽ വരുന്ന ഒരു വ്യത്യാസം വരുന്നുണ്ടല്ലോ ഈ വണ്ടിയിൽ. ഉണ്ട്. 2010 മോഡൽ ഓൾട്ടോ നമുക്ക് ലോൺ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു 75 രൂപ ലോൺ ആക്കി കൊടുക്കാലോ. 75 രൂപ ലോൺ ഇട്ട് 10,000 രൂപ ഉണ്ടെങ്കിൽ ഓൾട്ടോ കിട്ടുന്നുണ്ടോ? അടുത്തത് 2012 മോഡൽ നാനോ 50 രൂപ. 12 മോഡൽ LX ആണോ CX ആണോ? LX 42,000 ഓടി സിംഗിൾ ഓണർ വണ്ടി 50 രൂപ. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് കാണുന്നുണ്ടോ? അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. വണ്ടികൾ അടുത്തടുത്ത് പാർക്ക് ചെയ്തതിനെ കൊണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഒന്ന് ഫോട്ടോസൊക്കെ കാര്യങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ബീറ്റ് 2013 മോഡൽ സിംഗിൾ ഓണർ പെട്രോൾ BT LT 1,30,000 രൂപ കൊടുക്കുക. പെട്രോൾ BT LT ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. 2013 പറഞ്ഞു. 13 മോഡൽ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 57. നല്ല ഷേപ്പ് കാണുന്നുണ്ട്. നല്ല വണ്ടി. നല്ല കിടില ഷേപ്പ് കാണുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ 1.2 ലിറ്റർ എഞ്ചിൻ വരുന്നതിനെ കൊണ്ട് 13 റേഞ്ചിൽ മൈലേജ് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ. 15-16 ഒക്കെ കിട്ടും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഡീഫോഗർ, ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന LT എന്നുള്ള വേരിയന്റ്. അല്ല, LT സെറ്റ് ഉണ്ട്. 13 ബീറ്റ് ഇല്ല. ബീറ്റ് ഉണ്ട്, കാരണം അതിന് LOS വരുന്നുണ്ട്. ബീറ്റ് വരുന്നില്ല. അന്നത്തെ LOS വരുന്നില്ല. 2017 മോഡൽ ഓൾട്ടോ. ഇതിന്റെ ലോൺ കിട്ടുമോ? 13 ലോൺ കിട്ടൂല. ഓക്കെ, അടുത്തത് ലോൺ നോക്കാം. ഒരു 10-70 രൂപ പ്രതീക്ഷിക്കാം. നോക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് 20 മോഡൽ 2020 മോഡൽ എക്സ്പ്രസോ VX. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അബി ചെറിയൊരു കുറ്റമുള്ള വണ്ടിയാണ്. ഒന്ന് ബോണ്ട് തുറന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഓക്കെ, ഒറ്റ സെക്കൻഡ്. VXI ആണെങ്കിലും VXI പ്ലസിലാണെങ്കിലും ബാക്കിൽ പവർ വിൻഡോസ് വരുന്നുണ്ടാവില്ല, പക്ഷേ എയർ ബാഗ് 2 എണ്ണം വരുന്നുണ്ടോ. VXI ഫുൾ ഓപ്ഷൻ ആണല്ലോ. സ്റ്റിയറിംഗ് കൺട്രോൾസ് പ്ലസ് ഓപ്ഷൻ എല്ലാം വരുന്നുണ്ട്. ചെറിയൊരു കുറ്റ ഇടത് സൈഡില് ഫെൻഡറിന്റെ ഭാഗത്ത് 3 ലക്ഷം രൂപ ക്യാഷ് ബാക്ക്. 3 ലക്ഷം രൂപ ക്യാഷ് ബാക്ക്. അപ്പൊ വണ്ടിക്ക് എത്ര വില? വണ്ടി നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. 3 ലക്ഷം രൂപ എനിക്ക് കിട്ടിയാൽ മതി. അപ്പൊ ക്യാഷ് ബാക്ക് 50 കൊടുക്കാം. 3.5 ലക്ഷം രൂപ അപ്പൊ വില. അതെ. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ. 2020 മോഡൽ എക്സ്പ്രസോ VX 3 ലക്ഷം രൂപ കൊടുക്കുക. ഫുൾ ലോണിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അടുത്ത ഒരു ആക്സിഡന്റ് ഇഷ്യൂ ഉള്ളതിനെ കൊണ്ട് ചോദിക്കുകയാണ്. പോയി ആ ഒരു ആക്സിഡന്റ് ഇഷ്യൂ ഉള്ളതിനെ കൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ നിലവിൽ ആ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും അലൈൻമെന്റ് പരമായിട്ടുള്ള പരമായിട്ടുള്ള കുറ്റമല്ല. ഇടത് സൈഡ് ഫെൻഡർ കംപ്ലൈന്റ് ആയിട്ടാണ് എപ്പോഴും സൈഡിൽ വർക്ക് എടുത്തത്. വേറെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. വണ്ടി കാണുമ്പോൾ അതല്ലേ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തത്. ഓക്കെ, 17 മോഡൽ ഓൾട്ടോ 800 LX 2,50,000 രൂപ. 2,50,000 ഓൾട്ടോ 800. കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ 60,000. ഓണർഷിപ്പ് സിംഗിൾ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, 800cc എഞ്ചിൻ, 18-20 റേഞ്ചിൽ മൈലേജ് ആവറേജ് കിട്ടുന്നുണ്ടാവും. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ നമുക്ക് മാക്സിമം ഫുൾ
ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? റേറ്റ് എത്രയാ? 2.5 ലക്ഷം രൂപ. 2017 ഓൾട്ടോ വില കേൾക്കാൻ 2.5 ലക്ഷം രൂപ. 17 മോഡൽ ഓൾട്ടോ 800. കുഴപ്പമില്ല. 17 മോഡൽ ഇഗ്നീസ് 90,000 കിലോമീറ്റർ ഡെൽറ്റ ഇഗ്നീസ് 4,10,000 രൂപ. ഡെൽറ്റ എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആയിരിക്കും. അതെ, ഫുൾ ഓൺ ആണ്. 2017 മോഡൽ ഇഗ്നീസ് ഡെൽറ്റ സിംഗിൾ ഓണർ. ഡ്യുവൽ എയർ ബാഗ് 2017 വരുന്നുണ്ടോ? അതെ, സിംഗിൾ എയർ ബാഗ് ആയിരിക്കും വരിക. AC പവർ സ്റ്റിയറിംഗ്. ഇത് സിഗ്മയാണോ? സിഗ്മയാണോ ഡെൽറ്റ ആണോ? ബാക്കിൽ പവർ വിൻഡോസ് ഡെൽറ്റയിൽ വരൂലേ? സിഗ്മയിൽ പവർ വിൻഡോസ് വരൂലല്ലോ. സിഗ്മ ആയിരിക്കും. നോക്കാം, ബുക്ക് നോക്കാം. ഓക്കെ. റേറ്റ് 2017 4,10,000 ഫുൾ ഓൺ. 410 2017 ഇഗ്നിസിന്. ഓക്കെ. നല്ലൊരു നാനോ കൊടുക്കാം നമുക്ക്. 45 റുപ്യക്ക് നാനോ. KL58 തളിപ്പറമ്പ് അല്ല തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. 45 റുപ്യ. 45,000 റേറ്റ് വരുന്നത്. നല്ല വണ്ടി കേട്ടോ, നല്ല വണ്ടി. ഓക്കെ. നല്ലൊരു കിറ്റ് കൊടുക്കാൻ നമുക്ക് 1,80,000 മിനിറ്റ് പറക്കല്ലേ. നാനോ വേരിയന്റ് ഏതാ വരുന്നത്? LX. അതായത് ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടോ? AC വരുന്നുണ്ടോ? പവർ സ്റ്റിയറിംഗ് 2014 അല്ലേ? 14 ആണോ? 10 മോഡൽ 2010 LX. ഓക്കെ, 2010 ആണ്. അതിനെ കൊണ്ട് അന്ന് പവർ സ്റ്റിയറിംഗ് ഒന്നും വരുന്നില്ല. 2018 മോഡൽ ഡാറ്റ്സന്റെ ഡീഗോ 800 cc ആണോ? 800 cc സെക്കൻഡ് ഓണർ വണ്ടി 50,000 കിലോമീറ്റർ 1.25 ലക്ഷം രൂപ ഫുൾ ഓൺ. 2018 ഡാറ്റ്സൺ റെഡിഗോ അല്ലേ? അതെ, നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് ആണ്. ടയർ കാര്യങ്ങൾ. ബാക്ക് ആൻഡ്രോയിഡ് ഒരു ക്യാമറ കൊടുത്ത് ബാക്ക് ക്യാമറ കൊടുത്ത് കാണുന്നുണ്ട്. അതെ. ആൻഡ്രോയിഡ് സെറ്റ് എന്തെങ്കിലും ചെയ്തിട്ടില്ല? ഇല്ല, കമ്പനി സിസ്റ്റം ആണ്. അതെ. AC പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് 800 cc എഞ്ചിന്റെ അകത്ത് ഡാറ്റ്സൺ റെഡിഗോ ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 1.25 ലക്ഷം രൂപ ഫുൾ ഓൺ. 1.25 റേറ്റ് വരുന്നുണ്ട്. അടുത്ത 2020 അടുത്ത വണ്ടി 2020 മോഡൽ. ഒറ്റ മിനിറ്റ്. 2020 ഡാറ്റ്സൺ റെഡിഗോ 22 ഡാറ്റ്സൺ റെഡിഗോ ന്യൂ ഷേപ്പ് ഉണ്ട്. 2020 ശേഷം വരുന്നതാണ്. 1000 cc. ഓക്കെ. 3,15,000 രൂപ കൊടുക്കാം നമുക്ക്. 3.15 2022 വണ്ടി. അതെ, 1000 cc ആണ്. അതാണ് ആ റേറ്റ് വലിയൊരു വ്യത്യാസം വരുന്നത്. 2018 നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ. അതെ. 1.25 നൈറ്റ് 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. സിംഗിൾ ഓണർഷിപ്പ് ആണോ സെക്കൻഡ് ഓണർഷിപ്പ് ആണോ? സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. എയർ ബാഗ് സിംഗിൾ വരുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോക്കാണ്. അതെ. ഓക്കെ. അടുത്ത 2015 മോഡൽ ഓൾട്ടോ കേട്ടൻ VXi. KL 40,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഓൾട്ടോ കേട്ടന് മുകളിൽ 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന K സീരീസ് എഞ്ചിൻ ആണ്. അടുത്ത വാഗണർ 2014 മോഡൽ വാഗണർ. 2014 മോഡൽ വാഗണർ. അതെ. LX ആണോ LXi VXi കൺവേർട്ട് ആയിട്ടുണ്ട്. 3 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 70,000. 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നത്. പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് വേറെ ഒരു 2 ഡോർ പവർ വിൻഡോസും കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് ടോട്ടൽ 4 പവർ വിൻഡോസ് വരുന്നുണ്ടാവും. 2014 മോഡൽ വാഗണർ. 14 അത് 14 ഫ്രണ്ടിൽ ക്രോമിന്റെ കുറച്ച് അതിപ്രസരം കാണുന്നുണ്ട്. അതെ. 2014 മോഡൽ വാഗണറിന് എത്ര റേറ്റ് വരുന്ന? 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അടുത്ത 2020 മോഡൽ ഡാറ്റ്സൺ റെഡിഗോ 20,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡാറ്റ്സൺ റെഡിഗോ 800 cc ആണോ 1000 cc ആണോ? 800 cc. 800 cc റെഡിഗോ എന്ന് പറയുന്നവരെ എങ്ങനെയാലും 15ന്റെ മുകളിൽ 18 വരെ മൈലേജ് കിട്ടുന്നുണ്ടാവും. ചളിപ്പില്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 20,000. 20,000. AC പവർ സ്റ്റിയറിംഗ് മാത്രമായിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. ബാക്ക് ഡോർ ലോക്ക്ഡ് ആണ്. ഇതിന് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? ഒന്നുമില്ല. നല്ല വണ്ടിയാണോ? അതെ. എടുക്കുന്ന വേറെ വർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വാറന്റി കിട്ടുന്നുണ്ടാവോ? കിട്ടും. വണ്ടിയും കൊടുത്തതാണ്. ഇനി ഇങ്ങോട്ടേക്ക് ഇതോ ഈ ഓണ് 2015 കൊടുത്തതാ. അത് ബുക്കിംഗ് ആണ്. ഇത് ബുക്കിംഗ് ആണ്. 19 മോഡൽ ഓൾട്ടോണർ ബുക്കിംഗ്. 19 ഓൾട്ടോണർ എത്രയ്ക്ക് കൊടുത്തേ? ആ 2019 ഓൾട്ടോണർ VXi പ്ലസ് ഓപ്ഷനിൽ കൊടുത്തത് നമ്മൾ 2,90,000 3 റുപ്യക്ക് എന്താ കൊടുത്തത്? 19 മോഡലോ? അതെ. 2010 മോഡൽ ഓൾട്ടോ കേട്ടൻ 1,35,000. 2010 ഓൾട്ടോ കേട്ടൻ K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നത്. അതെ. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് കാണുന്നില്ല. അപ്പൊ VXi അല്ല LXi. ഓക്കെ. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. സേഫ്റ്റി സൈഡിൽ നോക്കുകയാണെങ്കിൽ കീല് ഇമ്മൊബിലൈസർ ഉണ്ടാവും. വേറെ കാര്യമായിട്ടൊന്നും വരുന്നില്ല. എഞ്ചിൻ ഇമ്മൊബിലൈസർ ഉണ്ടാവും. വേറെ ഒന്നുമില്ല ഫീച്ചർ സൈഡിൽ. അതെ. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. ഓക്കെ. ലോണ് കിട്ടുമോ? 2010 1 ലക്ഷം രൂപ ലോൺ കൊടുക്കാം നമുക്ക്. 1 ലക്ഷം രൂപ ലോൺ കിട്ടുന്നുണ്ടോ? റേറ്റ് 1.35 2011. അതെ. അല്ലെ 10 മോഡൽ ഓൾട്ടോ കേട്ടന്. 2018 മോഡൽ ഓൾട്ടോ 800 2,85,000 രൂപ. 37,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. വർഷം ഏതായിരുന്നു? 800. വർഷം ഏതായിരുന്നു? 18 മോഡൽ. 18 മോഡൽ 37,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള ഓട്ടോ 800 അല്ലേ? അതെ. വില എത്രയാണ്? പൈസ കുറച്ച് കൊടുക്കുകയാണ്. 2018 മോഡൽ നല്ല വണ്ടി. ഗ്രേ കളർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റേറ്റ് എത്രയാ? 2,85,000. 285 2018 ഓട്ടോ 800. ഈ പറയുന്ന വണ്ടികൾക്കൊക്കെ വാറന്റി നമുക്ക് വേണമെങ്കിൽ ചെയ്തുകൂടെ? അടുത്ത ഡസ്റ്റർ. അടുത്ത 2014 മോഡൽ ഡസ്റ്റർ RXL 85
2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ക്വാളിറ്റിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി. 2 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. പക്ഷേ വണ്ടി വെറും 20,000 കിലോമീറ്റർ ഓടിയ ക്വാളിറ്റി. അബി പക്ക സർവീസ് ചെയ്തോട്ട് കിടക്കുന്ന 3,25,000 രൂപയ്ക്കാണ് ഫുൾ ഓൺ. 14 മോഡൽ ഡസ്റ്റർ. എഞ്ചിൻ റൂമിന്റെ കോല അല്ലേ? വാഷ് ചെയ്തിട്ടില്ല, പക്ഷെ വാഷ് ചെയ്യാതുള്ള കോലാണ് ഈ കാണുന്നത്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. പക്ഷെ ഭയങ്കര വണ്ടി, നല്ല വണ്ടി. ഇഞ്ചക്ടർ, ഒരു ടർബോ, ക്വാളിറ്റി, എഞ്ചിന് ഒന്നുമില്ല. ഞാൻ ഓടിച്ചിട്ട് വന്ന 3,4 ലക്ഷം രൂപ. 3,4 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡസ്റ്റർ RXL ഹൈ ക്വാളിറ്റി വണ്ടി ആണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയാത്ത രീതിയിലൊന്നുമില്ല. അതൊക്കെ മറന്നുപോയ വണ്ടി. ഓക്കെ. എയർ ബാഗ് വരുന്നുണ്ടാവും. പിന്നെ AC പോർച്ചർ, ബോർഡർ പവർ വിൻഡോസ്, 85 PS അതിനെ കൊണ്ട് ഏകദേശം ഒരു 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. പിന്നെ അടുത്തത് മുന്നോട്ടേക്ക് പോവാ. 2019 മോഡൽ ക്വിഡ് ക്ലൈംബർ ആണ്. 1 ലിറ്റർ എഞ്ചിൻ, ലിമിറ്റഡ് എഡിഷൻ ആണ്. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ ക്ലൈംബർ ആണ്. അതെ. കിലോമീറ്റർ 19,000 പറഞ്ഞത്. അതെ. ഇല്ല, ഇത് 76,000 കിലോമീറ്റർ. 76,000 കിലോമീറ്റർ 2019 മോഡൽ വണ്ടി അല്ലേ? RHT എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. അതെ. എയർ ബാഗ് സിംഗിൾ ആയിരിക്കും വരുന്നുണ്ടാവുക. ഏകദേശം 15 റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. AC പോർഷൻ, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ്. വണ്ടിക്ക് റേറ്റ് എത്രയാണ്? ഇത് 3,25,000. 3,25,000 2019 ക്ലൈംബർ ആണ്. 2019 മോഡൽ ക്വിഡ് ക്ലൈംബർ അല്ലേ? 1000 cc. അടുത്ത 2018 മോഡൽ സെലേറിയോ ഓട്ടോമാറ്റിക്. 18 സെലറി ഓട്ടോമാറ്റിക് AMT ട്രാൻസ്മിഷൻ, K സീരീസ്, 1 ലിറ്റർ എഞ്ചിന്. 15-13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. VXI ലാണോ അല്ലെങ്കിൽ ZXI ലേക്കാണോ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത്? VXI നിന്ന് വരുന്ന നേരം നമുക്ക് ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, എയർ ബാഗ് ഡ്യുവൽ വരുന്നുണ്ടോ? ഇല്ല, സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് VXI ല്. അതെ. 4,40,000 രൂപ. 4,40,000 2018 സെലേറിയോ VXI ഓട്ടോമാറ്റിക്. 19 മോഡൽ 12,000 കിലോമീറ്റർ ഓടിയ ട്രൈബർ RXT. 2019 മോഡൽ ട്രൈബർ RXT 5,40,000 രൂപ. 12,000 കിലോമീറ്റർ ഓടിക്കുന്ന ഒരു ചെറിയ പൈസക്ക് ഒരു 7 സീറ്റർ വണ്ടി. ഓടാൻ മറന്നുപോയ വണ്ടി കേട്ടോ അബി. ഇല്ലല്ല, അങ്ങനെ ഓടാൻ മറന്നേ കുറെ വണ്ടികളുണ്ടല്ലോ. സീറ്റ് കവർ പോലും പറിച്ചിട്ടില്ലല്ലോ. ഇല്ല, മറന്നുപോയ ഒരു പറിക്കാൻ. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ബേസിക് ഫീച്ചേഴ്സ്. ക്വാളിറ്റി വണ്ടി. ഇത് 1000 cc ആണ്. ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? അനസ്കത് കിലോമീറ്റർ 12,000 കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ട്. 2019 ട്രൈബർ. റേറ്റ് പറഞ്ഞിട്ടില്ല. 5,40,000 രൂപ എന്ന് പറഞ്ഞല്ലോ. ലോണ് ഫുൾ ലോൺ കിട്ടും. ഓക്കെ. അടുത്തത് അമേസ് കൊടുത്ത് ഇങ്ങോട്ടേക്ക് പോരുക. വെൻഡോ 14 മോഡൽ വെൻഡോ 4 ലക്ഷം രൂപ. 14 മോഡൽ ലിഫ്റ്റ് ചെയ്ത് വെൻഡോ. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 80. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സെക്കൻഡ്. വണ്ടി അടുപ്പിച്ചടുപ്പിച്ച് പാർക്ക് ചെയ്തതിനെ കൊണ്ട് പോവാൻ ഗ്യാപ്പ് കിട്ടുന്നില്ല, വണ്ടി കാണിക്കാൻ പറ്റുന്നില്ല. ഇത് കംഫർട്ട് ലൈൻ ആണോ ട്രെൻഡ് ലൈൻ ആണോ? കംഫർട്ട് ലൈൻ ആണ്. എയർ ബാഗ്സ് വരുന്നില്ല. AC പോർഷൻ, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. ഡീസലിൽ 1.5 ലിറ്റർ TDI എഞ്ചിന്. അതിൽ ഏകദേശം 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ആഫ്റ്റർ മാർക്കറ്റ് ഒരു അലോയ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഷേപ്പുള്ള അലോയ്സ് ആണ്. അടുത്ത വണ്ടി ഇതിന് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ലക്ഷം രൂപ. 2014 വെൻഡോ ഡീസലിന്. ലോൺ ഒരു 3.5 ലക്ഷം. 3.5 ലക്ഷം റേഞ്ച് ലോൺ. അടുത്ത 2017 മോഡൽ സെലേറിയോ VXI ഓട്ടോമാറ്റിക്. സെലേറിയോ VXI 2017. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 25,000. VXI ബോർഡ് ZXI ആണ്. ഓക്കെ. കിലോമീറ്റർ 90 ഒക്കെ ഉണ്ടോ? 25,000. മുന്നൊരു 90 ഓടിയ ഒരു സെലേറിയോ നമ്മൾ കാണിച്ചു. പോയോ? 93,000 കിലോമീറ്റർ ഓടിക്കുന്ന മാനുവൽ 3,15,000 രൂപ കൊടുത്തേ. ഇത് ZXI ഓട്ടോമാറ്റിക് 2017 ഏറ്റവും ഫുൾ ഓപ്ഷൻ. എല്ലോയ്സ് വരുന്നില്ല എന്നേ ഉള്ളൂ. അതെ. പക്ഷേ ഡ്യുവൽ എയർ ബാഗും ഇല്ല. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. AMT ട്രാൻസ്മിഷൻ, K സീരീസ് എഞ്ചിനിൽ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഇല്ല. പക്ഷേ ബാക്കി ZXIയിലേക്ക് വരുന്ന നേരം നമുക്ക് ബാക്ക് സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. 4,50,000 രൂപ കൊടുക്കാം. 4,50,000 2017 മോഡൽ ZXI സെലേറിയോ ഓട്ടോമാറ്റിക് വിത്ത് വാറണ്ടി. ക്വാളിറ്റി വണ്ടി. അടുത്ത നമുക്ക് ചെറിയ പൈസക്ക് 2019 മോഡൽ സ്വിഫ്റ്റ് VXI 60,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. 2019 സ്വിഫ്റ്റ്
സ്വിഫ്റ്റ് VXA 60,000 കിലോമീറ്റർ നമ്മളെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച വണ്ടിൻ്റെ ആണ്. ആ വണ്ടിയല്ലല്ലോ, ആ വണ്ടി പോയില്ലേ, വേറെ വണ്ടിയല്ലേ ഇത്? വേറെ വണ്ടിയാണോ അത് തോന്നണ്. ഇവിടെ കിടന്ന് ചുമന്നതൊക്കെ പോയി, ഇന്നലെയൊക്കെ ഡെലിവറി ഉണ്ടായിരുന്നു. ആണോ? 5.80 ആണ് വില. ഇത് 5,50,000 രൂപ കൊടുക്കാം. 5.50. അപ്പൊ വണ്ടി മാറിയിട്ടുണ്ട്. മുന്നത്തെ വണ്ടിക്ക് 5.80 റേറ്റ് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ 60 റേഞ്ച് തന്നെ എന്റെ ഓർമ്മയിലുള്ളൂ. ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലല്ലോ? ഇല്ല. നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടി. എടുക്കുന്നതൊക്കെ നമുക്ക് വാറണ്ടി ചെയ്യാൻ പറ്റില്ല? കൊടുക്കാലോ. അപ്പൊ വാറണ്ടി വേണ്ടെന്ന് പറയുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് വാറണ്ടി ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ വണ്ടിന്റെ മുകളിൽ വേറെ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, പേടിക്കാതെ എടുക്കാം. അടുത്ത നമുക്ക് 2020 മോഡൽ ക്ലൈംബർ. ഏറ്റവും ന്യൂ ഷേപ്പ് ആണ്, ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ള DRLs ഒക്കെ വരുന്ന ന്യൂ ഷേപ്പ് ക്വിഡ് 1000cc 25,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർഷിപ്പ്. ആകെ 25,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. അതെ. എയർ ബാഗ് സിംഗിൾ ആണോ ഡബിൾ ആണോ? ഇതിൽ 2 എയർ ബാഗ് വരുന്നുണ്ട്. വണ്ടി അത്യാവശ്യം നീറ്റ് ആണ്. 4,20,000 രൂപ കൊടുക്കാം. 4,20,000 രൂപയ്ക്ക് കിഡ് മാനുവൽ അല്ലേ? 2021 പറഞ്ഞേ? അതെ, 20 മോഡല് 11 മാസം വണ്ടി. അതെ. ഓക്കെ, നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. റീപ്ലേസ് ഇല്ല? ഒന്നുമില്ല. ഓക്കെ, അടുത്ത് 2018 മോഡൽ സ്വിഫ്റ്റ് VXA. സ്വിഫ്റ്റ് VXA എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആയിരിക്കും. പെട്രോൾ അല്ലെ ഡീസലോ? പെട്രോൾ അല്ലേ? പെട്രോൾ. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ഡോർ വിൻഡോസ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. അതെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ന്യൂ ഷേപ്പ് സ്വിഫ്റ്റിലേക്ക് ഏകദേശം 18-20 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്ന പെട്രോൾ സ്വിഫ്റ്റ്. ബാക്ക് സെൻസേഴ്സ് വരുന്നില്ല. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് അനസ്ക? കിലോമീറ്റർ 60,000. 60,000 കിലോമീറ്റർ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. 2018 സ്വിഫ്റ്റ് VXA റേറ്റ് 5,40,000 രൂപ കൊടുക്കാം. 5.40 റേറ്റ്. മാക്സിമം ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. പുതിയ സ്വിഫ്റ്റ് VXAക്ക് ഏകദേശം 8 സംതിങ് റേറ്റ് വരുന്നുണ്ട്. അടുത്ത ഏതാ അനസ്ക? അടുത്ത നമുക്ക് ഇതേ ഇങ്ങോട്ടേക്ക് പോലെ വാ. ഇതുണ്ടോ? ഗ്ലാൻസ് ഉണ്ടോ? ഇല്ല, ഇത് കൊടു. ഒരു ഗ്ലാൻസാ കൊടുത്താണോ? ആ. ഓക്കെ, അടുത്തത് 2016 മോഡൽ ഗ്രാൻഡ്. ഓക്കെ, 16 മോഡൽ 17 മോഡൽ ഗ്രാൻഡ് സ്പോർട്സ് ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല, പക്ഷേ ഡ്യുവൽ എയർ ബാഗും സ്റ്റിയറിംഗ് കൺട്രോൾസും ഫോർഡർ പവർ വിൻഡോസ് AC പവർ സ്റ്റിയറിംഗ് 4,45,000 രൂപ. 4.25. അതെ. ഓട്ടോമാറ്റിക് ആണ്. 80 എന്നുള്ള ഗിയർ ബോക്സ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ 2016 സ്പോർട്സിലേക്ക് വരുന്നവരെ OE വീൽസ് വരുന്നുണ്ടാവും. മനസ്സിലത് കിലോമീറ്റർ എത്ര? 25 ആണോ? 26,000. 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2018-19 17 മോഡല് സ്പോർട്സ്. 17 മോഡൽ സ്പോർട്സ്. റേറ്റ് 4,70,000. 4.70 ഫുൾ ലോൺ. അതെ. വാറണ്ടി കിട്ടുന്നുണ്ടാവും? ഉണ്ടാവും. ഓക്കെ, അടുത്ത 2016 മോഡൽ ഗ്രാൻഡ് ആസ്റ്റ. മാനുവൽ ആണോ? ഇത് ഓട്ടോമാറ്റിക്, 2 ഓട്ടോമാറ്റിക്. ഓക്കെ, ആസ്റ്റ എന്ന് പറയുന്ന നേരം നമുക്ക് OE വീൽസ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വരുന്നുണ്ടാവും. അഡീഷണൽ ആയിട്ട് ബാക്ക് വൈപ്പർ, ബാക്ക് സെൻസേഴ്സ്, 80 ഗിയർ ബോക്സ് തന്നെ. അത് മെയ്റ്റ് ചെയ്തിട്ടുള്ളത് 1.2 ലിറ്റർ കാപ്പ എഞ്ചിൻ ആയിട്ടായിരിക്കും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസിന് എണ്ണം കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ IRBM, AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോസ്, ഇത്രയ്ക്കായിരിക്കും ബേസിക് ഫീച്ചേഴ്സ് വരുന്നുണ്ടാവുക. അടുത്ത 2014. അല്ല, ഇതിന്റെ വില പറഞ്ഞിട്ടില്ല. ഇതിന്റെ വില പറഞ്ഞിട്ടില്ല. അത് നമുക്ക് 4,60,000 രൂപ കൊടുക്കാം. 4.60 2016 മോഡൽ ആസ്റ്റ ഓട്ടോമാറ്റിക്. ഓക്കെ, കിലോമീറ്റർ അത് 45,000. ഓക്കെ, 2 സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഒന്നുമില്ലാത്ത വണ്ടികളാണ്. അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് കോൺടാക്റ്റുള്ള നമ്പർ, നേരെ അനസ്കാൻ നമ്പർ, അതേപോലെ തന്നെ അൻസീർ, അതുൽ, നീതുൻ, ഇങ്ങനെയുള്ള കുറേ സ്റ്റാഫുകളുടെ നമ്പറൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു നമ്പറിലൊക്കെ വിളിച്ചവരായിട്ട് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. കഴിയുന്നു വണ്ടി ചെക്ക് ചെയ്ത് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വണ്ടികളും കൂടെ വരുന്നതിനെ കൊണ്ട് പറയുന്നതാണ്. മെക്കാനിക്കൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെക്ക് ചെയ്യുക. അതിനുശേഷം വണ്ടി കൺഫേം ചെയ്യാവുന്നതാണ്. വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെ മുന്നേ തന്നെ, ലോണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.